എന്താ സാറേ, ചെക്കിങ്ങാ പറ്റുവാണോ? അതൊക്കെ പറയാം, നീ ആദ്യം ഒന്ന് ഇറങ്ങ. സാറേ, എന്റെ കയ്യിൽ എല്ലാ പേപ്പേഴ്സും ഉണ്ട്. ഭാര്യ കമ്മീഷണർ ശേഷം മാക്സിമം നിയമമെല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കും. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കേസിൽപ്പെട്ട അതിന്റെ മോശം അവൾക്കും കൂടിയല്ലേ. ഇതൊക്കെ പുതിയ ട്രെയിനീസ് ആണ്. ആണെങ്കിൽ എല്ലാരും കൊള്ളാം, നല്ല ഫിറ്റാ. നീ വലിയ അടിക്കാരനൊക്കെ അല്ലേ, നീ ഇവരുമായിട്ടൊന്ന് മുട്ടി നോക്കടാ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സാറേ, ഇപ്പോ തീരെ സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തണം. ഇന്നവിടെ കലാപരിപാടികൾ നടക്കുകയല്ലേ. അല്ല, സാർ എന്തായിരുന്നു സ്കൂളിൽ പോകത്തത്? ആദ്യം ഒന്നിന് പേര് കൊടുത്തില്ലേ? ഇല്ല, എനിക്ക് ഇവിടെ ഒരു കലാപരിപാടി നടത്താനുണ്ട്, പഞ്ഞിക്കിടൽ. എടാ, നീ എന്റെ മകന്റെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു. പണ്ട് ഞാൻ ഒരുത്തിയെ കേറി പിടിച്ച കഥയൊക്കെ സ്കൂളിൽ പറഞ്ഞ് നീ എന്നെ നാണം കെടുത്തി. നീ അങ്ങ് മിടുക്കനായി. എന്നിട്ട് നിന്നെ ഞാൻ അങ്ങ് വെറുതെ വിടും നീ വിചാരിച്ചു? ഇല്ല, സാർ ഇങ്ങനെ എന്തെങ്കിലും തൊട്ടി പരിപാടി കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് നേരിടാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അതിന്റെ ടൈമിങ്ങിലാണ് പ്രശ്നം. സോറി, നമുക്ക് വേറൊരു ദിവസം കാണാം. അടിച്ചു കൂട്ടടാവനെ. വേണ്ട വേണ്ട, ഞാനിപ്പം വളരെ ഹാപ്പിയാ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ പ്ലീസ്. എന്റെ ഷർട്ടിൽ ചെളിയും വേർപ്പെട്ടു, ഷർട്ട് ചുളിഞ്ഞു പറഞ്ഞു.
ഞാൻ ഒരു DYSP ആണ്. എന്നെ തൊട്ടാ നീ DYSP ആണെങ്കിലേ അതിന്റെ മാന്യത ഉത്തരവാദിത്വമൊക്കെ പെരുമാറ്റത്തിൽ ഉണ്ടാവണം. അല്ലാതെ കണ്ട 4 കൂലി തെമ്മാടികളെയും കൂട്ടിപ്പിടിച്ച് ഇരുട്ടടി അടിക്കാൻ വഴിവെക്കല് കാത്തു നിൽക്കരുത്. കേട്ടോടാ. എടാ, നിന്റെ മോന്റെ സ്കൂളിൽ ഇന്നൊരു പരിപാടി നടക്കല്ലേ? അവിടെ പോയി അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം താൻ ഇവിടെ തല്ലുകൊള്ളാൻ വന്ന് നിൽക്കണം. തനിക്കൊക്കെ എപ്പോ വേണമെങ്കിലും മക്കളെ കാണാൻ കിട്ടുന്നതിന്റെ അഹങ്കാരോ. തന്റെ മോനെ ഓർത്തിട്ട് ഞാൻ തന്നെ വെറുതെ വിടുന്നു. എവിടെ എന്റെ മോള്? എവിടെ? എന്റെ മോള് എവിടെയാണ്? മോളോ പറയടാ. എടാ നീ കാശുമായിട്ട് വരുന്നത് പറഞ്ഞിട്ട് കാശ് തരടാ. വിടരേക്കും. നീ ചോദിക്കുന്ന അത്ര കാശ് ഞാൻ തരാം. പക്ഷെ എന്റെ മോള് എനിക്ക് തിരിച്ചു തരാം. എന്റെ മോള് എവിടെയാണ്? എടാ രഘു, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. എടാ ഞാൻ നിന്റെ വീട്ടിൽ തിരിച്ചു വരുമ്പോ നിന്റെ മോൾ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നടാ. അവിടെ നിന്ന് ഇറങ്ങി നീ ആ പരിസരത്ത് മറിഞ്ഞു നിന്ന് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയാലാടാ. രഘു, ലക്ഷ്മോള് വണ്ടിയില്ല. ഇവൻ വേറെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്ക. സാർ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയത്തില്ല സാർ. നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? നിനക്കൊന്നും അറിയില്ല അല്ലേ? രഘു, എടാ നിന്റെ മോളെ പോലെ മോൾ എനിക്കുണ്ട് എന്റെ വീട്ടില്. എടാ ആദ്യം കുഞ്ഞിനെ ദ്രോഹിക്കില്ല. പിന്നെ എന്റെ മോള് എവിടെയാടാ? ജീവൻ രക്ഷിച്ചു തരണമെന്ന് യാചിച്ചും നിങ്ങളെ വിശ്വസിച്ചും വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തുണയാകേണ്ടവരാണ് ഡോക്ടർമാർ. സത്യത്തിൽ തന്നെ പോലെയുള്ളവരെ ഡോക്ടർ എന്ന് വിളിക്കേണ്ടി വരുന്നതന്നെ നാണക്കേടാ. നിങ്ങളെ ഡോക്ടർ എന്ന് വിളിച്ചാൽ നല്ലവരായ ദൈവതുല്യരായ ലക്ഷക്കണക്കിന് ഡോക്ടർമാർക്ക് അത് അപമാനമായി പോവും. അതുകൊണ്ട് ചോദിക്കാം, പറയടോ, ആരാ തനിക്ക് പണം തന്ന് ഇവളുടെ നാടകത്തിന് കൂട്ടു നിൽക്കാൻ ആവശ്യപ്പെട്ടത്? മര്യാദയ്ക്ക് അത് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ കളിച്ച കളിയെല്ലാം ചേർത്ത് ഞങ്ങളങ്ങ് പോലീസിൽ അറിയിക്കും. പിന്നെ അവര് പറയിച്ചോളൂ എല്ലാം. എന്താ അത് വേണോ? എനിക്ക് പണം തന്നതും എന്നോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടതും ഒരു സ്ത്രീയാ. അത്രമാത്രം എനിക്ക് അറിയൂ. അത് ആരാണെന്ന് പോലും സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ട് പോലുമില്ല. കള്ളം പറയുന്നോളാം. ആ പേര് പോലും നിനക്ക് അറിയില്ലല്ലേ? ഗൗതം, വേണ്ട, അയാളെ വിട്ടേക്ക്. അതൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. ഇവിടെ വാടാ. ഇത് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാ. അന്ന് നീ എന്റെ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കിയ ദിവസം. ഇതെല്ലാം നിനക്ക് തരേണ്ടത്. നിനക്കുള്ള ഞാൻ ഗംഭീരമായി വെച്ചിട്ടുണ്ട്. തൽക്കാലം എന്റെ മോൻ ഇതുകൊണ്ട് സമാധാനിക്കും. ഇതുകൊണ്ട് ഞാൻ സമാധാനിക്കല്ല, തന്റെ സമാധാനം നഷ്ടപ്പെടാൻ പോവാ എന്നേക്കുമായിട്ട്. ഇവിടെ വാടാ. എന്തായാലും സമാധാനം നഷ്ടപ്പെടാൻ പോവല്ലേ? എന്നാ പിന്നെ ഇതും കൂടി ഇരിക്കട്ടെ. നീ ആണാണെങ്കിൽ തിരിച്ചടിക്കടാ. അടി. എടാ എടാ, നിനക്ക് എന്ത് സത്യങ്ങളോടാ പറയാനുള്ളത്? ഇനി നീ വാ തുറന്നാ ഒന്ന് കൊക്കെ താഴ്ത്തിക്കളയും. ആദ്യം എനിക്ക് അളിയനല്ല, എന്റെ കൂടപ്പുറപ്പാ. അവന്റെ സമാധാനം കളയുന്ന എന്തെങ്കിലും കാര്യം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാ നീ ഇനി പുറലോകം കാണില്ലടാ. അവസാനിപ്പിച്ച കളയോടാ നാറി നിന്നെ. പാമ്പിനെ താൻ നോവിച്ചു വിടുന്നേ ആണോ? ശരി, നോവിച്ചു വിടുന്നില്ല. നിന്നെ അങ്ങ് തീർത്തേക്കാം. എണീക്കടാ. സർവീസ് തോക്കാം. വഴിയിൽ തടഞ്ഞു നിർത്തി എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ക്രിമിനലിനെ ജീവരക്ഷാർത്ഥ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അങ്ങനെ ഒരു കഥയുണ്ടാക്കാൻ എനിക്ക് വളരെ എളുപ്പം. പ്രത്യേകിച്ച് നീ എന്റെ വീട്ടിൽ വന്ന് ഇന്ന് അതിക്രമം കാണിച്ചുകൊണ്ട്. സാക്ഷികൾ ഒരുപാടുണ്ട്. അവരൊക്കെ എന്റെ സ്വന്തം സാക്ഷികളായതുകൊണ്ട് കാര്യം വളരെ എളുപ്പമാണ്. കൊന്നേക്കെട്ടടാ നിന്നെ. കൊന്നേക്കെട്ടെന്നോ? കൊന്നേക്കെട്ടെന്നോ?
കൊല്ലാതെ വിടുന്നത് എന്റെ മര്യാദ. പക്ഷെ ഇനി ഞാൻ ഇതുപോലൊരു അവസരം നിനക്ക് തരില്ല. മാന്യം മര്യാദയ്ക്ക് ജീവിക്കേണ്ട നിന്റെ ഉത്തരവാദിത്തം. ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ വന്ന് പെടാതിരിക്കാൻ നീ പ്രാർത്ഥിക്കുക. പേരറിയാവുന്ന സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്താടാ നോക്കുന്നത്? കേറ്, വണ്ടി കയറാ. പോ, എടുത്തോണ്ട് പോടാ. അമ്മി, ദത്തേട്ടൻ എവിടെയാ? ഞാനിവിടെ അടുത്തുണ്ട്, ഉടനെ എത്തും. ഇതാരാ? പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയപ്പോ നീ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതാരാ കക്ഷി? നിനക്ക് വേണ്ടിയൊക്കെ പണം മുടക്കാൻ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാവുമല്ലോ. പണമാണേ. ഭഗവാനെ, നിന്റെ പണവും അതിന്റെ പലിശയും അതിൽ കൂടുതൽ അതിലുണ്ട്. നന്ദിനി എവിടെ? എണ്ണി നോക്കിയേ. ഓക്കെ അണ്ണാ, എല്ലാം കറക്റ്റാ. നന്ദിനിയെ വിളിക്കാനാ പറഞ്ഞേ. പൈസയൊക്കെ കറക്റ്റാ. പക്ഷേ കൊണ്ടുപോകാൻ വന്ന ആള് ആരാണെന്ന് കൂടി എനിക്ക് അറിയണമല്ലോ. പറ, അവള് നിന്റെ ആരാ? നന്ദിനിയെ വിളിക്കാനാ പറഞ്ഞേ. അവള് നിന്റെ ആരാന്ന് പറ. അവളെ കൊണ്ടുപോകാനുള്ള നിന്റെ അധികാരം എന്താണെന്ന് പറ. പണം കൊടുത്താ പണം തിരിച്ചു കിട്ടണമെന്നില്ലേ നിനക്കുള്ളൂ. ഇറക്കിക്കൊണ്ട് പാടാ അവളെ. ഇല്ലെങ്കിൽ അത് വേണ്ട. നീ അവളോട് ആരാണെന്ന് പറഞ്ഞിട്ടല്ലാതെ ഇതിനകത്തൊരു കാലെടുത്ത് വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. പോയി അടിക്കടാ. നിന്റെ കണക്കും തീർത്ത് ഞാനിവരെ കൊണ്ടുപോവാ. ഇനി ഇവിടെ നടന്ന കാര്യങ്ങളുടെ പേരില് എന്റെ ഇവരുടെ പുറകെ വന്ന കോണശേഖര, നീ പിന്നെ രണ്ടു കാലിൽ നടക്കില്ല.
ഈ സൂര്യ പറയുന്നത്. വാ